ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുതശങ്കരപ്രഭൃതിഭിർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥല കൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ നമ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂകൃതേ അനേകരൂപ അരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം പരശുമൃഗവരാഭീതിഹസ്തം പ്രസന്നം പത്മാസീനം സമന്താൽ സ്തുതാമരഗണേർവ്യാഘ്രകൃത്യം വസാനം വിശ്വാദ്യം വിശ്വവന്ദ്യം നിഖിലഭയകരം പഞ്ചവക്ത്രം ത്രിനേത്രം കൈലാസാദ്രിനിഭം ശശാങ്ക കലയാ സ്ഫൂർജടാമണ്ഡലം നാസാലോകന തൽപരം തൃണയനം വീരാസനാധ്യാസിതം മുദ്രാടങ്കകുരംഗജാനുവിലസദ്ബാഹും പ്രസന്നാനനം കക്ഷാബദ്ധഭുജംഗമം മുനിവൃതം വന്ദേ മഹേശംബരം. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. നമ ശിവായ രാമമന്ത്രമെത്രയും സുഖപ്രദം സമസ്തദുരിതനാശനം നമ ശിവായ പാഹി മാം. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹി മാം. നമോ നമ ശിവായ മേ നമ ശിവായ പാഹി മാം. ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രുക്മിണി മോഹൻ, ജഗദമ്മ, ജയ അനിൽ, നിർമ്മല രമേഷ്, ഗീതാ നായർ, നിർമ്മല പവിത്രൻ, ബിജി ബിജു, പ്രസന്ന, താരാ മനോജ്, സുലോചന അഖിൽ, എല്ലാ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ഭഗവാനോട് പറയുക, പ്രാർത്ഥിക്കുക. എന്ത് നമുക്കൊരു കാര്യത്തിന് വേണ്ടി പരമാത്മാവിനെ അഭയം
നമുക്ക് ഭഗവാനെ ഇന്നത് കാര്യങ്ങളെല്ലാം എൻ്റെ വിഷമങ്ങളെല്ലാം തീർക്കണമെന്ന് പറയും. ഓരോ കാര്യങ്ങളും നേടി വരുമ്പോൾ മറക്കരുത്. കാരണം വീണ്ടും വീണ്ടും നമുക്ക് ആവശ്യങ്ങൾ വരും. അപ്പോൾ ഇടക്കാലത്ത് വെച്ച് നിർത്തിയിട്ട് പിന്നൊരു കാര്യം വരുമ്പം ഭഗവാനെ എനിക്ക് ഇതും കൂടി എന്ന് പറയുമ്പോൾ ഭഗവാന് ദേഷ്യം വരും. അപ്പോൾ എന്താ വേണ്ടേ? എന്നും പ്രാർത്ഥിക്കണം. നമുക്ക് വേണോ, എന്ത് വേണോ വേണ്ടെന്നല്ല, ഭഗവാനെ ഒന്നും വേണ്ടിയിട്ടല്ല, എന്നും ഈശ്വരനെ ആരാധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യണം. ഒരു ആവശ്യം നമുക്ക് നേടിയെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ ചിലർ പിന്നെ അനങ്ങത്തില്ല. പിന്നെ ദൈവവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, നേടിയല്ല ഇനിയിപ്പോൾ എല്ലാം ഓക്കെ. പക്ഷേ വീണ്ടും അടുത്തത് ഈശ്വരൻ പെട്ടെന്ന് കൊടുക്കും. എന്താ ഇപ്പം എന്നെ അറിയുമോ എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം കൊടുക്കും. അതിന് ഇടയാക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നും ഇന്ന് പ്രാർത്ഥിച്ചതിനാൽ കൂടുതൽ അടുത്ത ദിവസം വീണ്ടും വീണ്ടും നമ്മൾ ഈ ശരീരത്തിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കണം. എന്നുവെച്ചാൽ ഇന്നത്തെ അറിവിനേക്കാൾ കൂടുതൽ അടുത്ത ദിവസം അറിയണം. പ്രാർത്ഥനയിൽ കൂടിയും വചനങ്ങളെല്ലാം ഇത് കേട്ടും പഠിച്ചും എപ്പോഴും മരണം വരെ നമ്മുടെ ശരീരം ഒടുങ്ങുവോളം നമുക്ക് ഇത് മുടങ്ങരുത് മക്കളെ. തീരെ വയ്യാതെങ്ങനെ ആകുന്നതിൽ മാത്രം ഒന്ന് മുടക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഭഗവാൻ വിചാരിക്കാൻ കണ്ടോ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ, അത് ഇന്ന് ജനങ്ങളെല്ലാം അങ്ങനെ ആണല്ലോ. എല്ലാവരോടും ഇന്ന് ജനങ്ങളോടും ഇങ്ങനെ കാണിക്കുന്നത്. സ്വന്തം ഇപ്പം മക്കളായാലും ശരി തന്നെ, അമ്മ മക്കളായാൽ പോലും അല്ലെങ്കിൽ സഹോദരങ്ങളായാൽ പോലും വലിയ സ്നേഹമായിട്ടിരിക്കും. കിട്ടാനെന്നുള്ളത് കിട്ടിയാൽ പിന്നെ അമ്മയും വേണ്ട ആരും വേണ്ട. അങ്ങനെ ഇന്ന് ലോകത്ത് അങ്ങനെയാ. പക്ഷേ പരമാത്മാവെടുക്ക് നടക്കത്തില്ല. ഈശ്വരന് നന്നായി ഉള്ളം അറിയാനുള്ള കഴിവുണ്ട്. നമ്മളെ എല്ലാം ഉള്ളം പരിശോധിക്കാതെ അറിഞ്ഞേ നമ്മളെ ഭഗവാൻ എന്തും നൽകത്തുള്ളു. നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയാണോ എന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ഭഗവാനെ വേണ്ട. അത് അറിഞ്ഞ ദൈവം ചിലർക്ക് എത്ര പ്രാവശ്യം കൊടുക്കാത്തില്ല. കാരണം അത് ഉള്ളം അറിയാം. അത് നിഷ്കളങ്കമായ ഉള്ളവും ഭഗവാനെ ഇതൊന്നും വേണ്ട, ഒന്നിനും വേണ്ടിയല്ലാതെ ഈശ്വരനെ പ്രാർത്ഥിക്കൂ. ദൈവത്തിനറിയാം ആ ഉള്ള അത് നിഷ്കളങ്കമായ ഭക്തിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എന്തുവരും? എന്താണ് ആവശ്യങ്ങൾ അതെല്ലാം നിറവേറ്റിക്കൊണ്ടേയിരിക്കും. കാരണം ഭഗവാൻ അറിയാം എന്ത് കിട്ടിയാലും ആ കുട്ടി എന്നെ തന്നെ എപ്പോഴും അഭയമുണ്ട്. അത് ഭഗവാൻ നമ്മൾ വിചാരിക്കുമ്പോൾ ഭഗവാൻ അറിഞ്ഞിരിക്കുക. നമ്മളിവിടെ ജനിച്ചപ്പോഴേ ഈശ്വരനെ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തമക്കളും നന്നായി പ്രാർത്ഥിക്കുക. ഇതൊക്കെ എപ്പോഴും വായിക്കുകയും കേൾക്കുകയും ഇന്നത്തേക്കാൾ കൂടുതൽ ഭക്തി വർദ്ധിക്കുകയും ചെയ്യണം. അത് ഇവിടെ ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് നന്ദഗോപരുടെ കാര്യം, ബുദ്ധവർ കൊടുക്കുന്ന ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ അറിയുന്നു. നമുക്കൊരു നാമം ചൊല്ലിയിട്ട് അത് ചൊല്ലാം. ശ്രീഹരിഷ്ടകം ചൊല്ലിയിട്ട് ചൊല്ലാം. ജഗജ്ജാലപാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം സദാംഭോധിവാസം ഗളേ പുഷ്പഹാസം ജഗൽ സന്നിവാസം ശതാദിത്യഭാസം ഗദാചക്രഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചാരുവക്ത്രം ഭജേഹം ഭജേഹം രമാകണ്ഠകാരം ശ്രുതിവ്രാതസാരം ജലാന്തർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ഹൃദാനേകരൂപം ഭജേഹം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മഹേതും സുരാനീകേതും ത്രിലോകൈകസേതും ഭജേഹം ഭജേഹം ഹൃദാംനായഗാനം ഖഗാധീശയാനം വിമുക്തേർനിദാനം ഹദാരാദിമാനം സ്വഭക്താനുകൂലം ജഗൽ വൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം സമസ്താമരേശം തിരേകാഭകേശം ജഗൽബിംബലേശം ഹൃദാകാശദേശം സദാ ദിവ്യദേഹം വിമുക്താഖിലേഹം സുവൈകുണ്ഠഗേഹം ഭജേഹം ഭജേഹം സുരാളീബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണാഗരിഷ്ടം സ്വരൂപൈകനിഷ്ടം സദായുദ്ധധീരം മഹാവീരധീരം ഭവാംഭോധിതീരം ഭജേഹം ഭജേഹം രമാവാമഭാഗം തലാഭഗ്നനാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രൈ സുഗീതം സുരൈ സംഭരീതം ഗുണൗഖൈരതീതം ഭജേഹം ഭജേഹം
ജഗജ്ജാലപാലം കനൽ കണ്ഠമാല ശരചന്ദ്രഭാലം മഹാദൈത്യകാലം നമോ നീലകായം ദുരാവാരമായം സുപത്മാസഹായം ഭജേഹം ഭജേഹം. നമ്മൾ കഴിഞ്ഞ ദിവസം വിഷമമുള്ള കാര്യങ്ങളാണ്, നന്ദഗോപരുടെ വേദനകളും വിഷമങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചത്. പിന്നെ ഉദ്ധവരോട് നന്ദഗോപർ പറയുന്നുണ്ട്, ഇനി കൃഷ്ണൻ ഇവിടെ ഈ നിലം കാണാൻ ഈ പ്രദേശത്തേക്ക് ഇനി വരുമോ? എന്തെല്ലാം സംശയങ്ങളാണ് അദ്ദേഹം ചോദിച്ച് വിഷമിക്കുന്നത്. എന്നിട്ട് സുന്ദരനും സുശീലനാണ് എൻ്റെ മകൻ. ആ മുഖം മന്ദഹാസമാകുന്ന ആ മൃദുമോഹന വാക്യങ്ങളും ആ പത്മം പോലിരിക്കുന്ന കോമളമായിരിക്കുന്ന ആ മുഖവും എന്നോട് മനം തന്നിൽ ഓർക്കുന്ന നേരത്തെ ഞാനത് ചിന്തിച്ചാൽ എനിക്ക് യാതൊന്നും ചെയ്യാനുള്ള ശക്തിയില്ല, എനിക്കൊന്നും തന്നെ ചെയ്യാൻ തോന്നുന്നില്ല. എന്നിട്ടോ രാമകൃഷ്ണന്മാർ ജഗദീശ്വരന്മാരാണെന്ന് മാമുനി ഗർഗൻ മുന്നം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോ 10,000 ആനകളുടെ ശക്തിയുള്ള ഒരു കംസനെ ഇങ്ങനെയുള്ള പാപികളെല്ലാം ഇവിടെ വധിച്ചതൊപ്പം മനസ്സിലാക്കാം. ഘോരത്ത് പറഞ്ഞ പൂതനയോ അതിവിക്രമത്തോടെല്ലാവരും ഇങ്ങനെ കൊന്നത് പാർത്തിയിടുകിൽ അത് ഓർത്താൽ എന്ത് വരും? മനസ്സിൽ നിശ്ചയിക്കാം. എന്താ നിശ്ചയിക്കുന്നേ? അച്ഛൻ പറയുന്നു, പിതാവ് നന്ദഗോപർ പറയുന്നു, ഇത്രയെല്ലാം ഇത് ഓർത്താൽ എന്ത് നിശ്ചയിക്കാം? പരമാത്മാവായ ഈ ജഗദീശ്വരനാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നന്ദഗോപർ ഇപ്പോഴാണ് മനസ്സിലാക്കണം. കുഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോയപ്പോഴാണ് ഹൃദയത്തിൻ്റെ വേദന. ആ വേദന വരുമ്പോൾ അദ്ദേഹം ഇതൊക്കെ അങ്ങോട്ട് ഓർക്കും. കൂടെ നിൽക്കുമ്പം ചിന്തിക്കത്തില്ല. കുഞ്ഞുങ്ങൾ രാവിലെ പോകുന്നു, എണീറ്റ് വേണ്ടുന്നതൊക്കെ ചെയ്യുന്നു, പശുക്കളെ മേയ്ക്കാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. ഗർഗമഹാമുനി പറഞ്ഞിട്ട് ഓർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അകന്ന് നിന്നപ്പോൾ കംസനെ വധിച്ചെന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാം ഓർക്കുന്നു. പണ്ടേ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോന്നുമില്ല മനസ്സിൽ ഇതെല്ലാം നിശ്ചയിച്ചിട്ട് ഈശ്വരന്മാരെന്ന് അത് ഓർക്കാം, അത് മനസ്സിലാക്കാം. എങ്കിലും എനിക്ക് സഹിക്കുന്നില്ല എങ്കിലും സ്നേഹം പാരം നമുക്കെന്ന് ഉരച്ചത്. എങ്കിലും എനിക്ക് ജഗദീശ്വരൻ എന്ന് പറഞ്ഞാലും എനിക്ക് അതിഭയങ്കരമായ മകനോടുള്ള സ്നേഹം. അതുകൊണ്ട് എങ്കിലും സ്നേഹം പാരം നമുക്കെന്ന് ഉര ചെയ്ത് ശങ്ക എന്നിയെ കരഞ്ഞിടിനാൻ ഇടർമുട്ടി. അദ്ദേഹത്തിന് സഹിക്കുന്നില്ല. ഇനി ജഗദീശ്വരനായാലെന്താ, ആരായാലെന്താ, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് തന്നെ അദ്ദേഹത്തിന് വേണം. പക്ഷെ പറ്റൂ, ഉള്ളിൽ ഇങ്ങനെ വേറെ ഓടിപ്പോയി. കുഞ്ഞങ്ങോട്ടും നമ്മുടെ സ്വന്തം മക്കൾ അധികാരം വേറൊരാൾക്ക് കൊടുക്കാൻ നമ്മൾ ഒരുങ്ങുമോ? വളർത്തി എത്രത്തോളം ആക്കി സ്വന്തം മകനായിട്ട് വളർത്തിയൊരു കുട്ടിയെ വേറൊരു അവകാശം എന്ന് പറയുമ്പോൾ ആ ഉള്ളത്തിൽ അത് കയറിങ്ങ് വിഷമിക്കുക, സഹിക്കാൻ വയ്യ. എന്നാൽ അച്ഛനമ്മയും വേറെ ഇല്ലായിരുന്നെങ്കിൽ അവരിപ്പം ദൂരോട്ടെങ്കിലും ഒരു സ്വന്തം വീട്ടിൽ നമ്മൾ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരുന്നു, ജോലി സ്ഥലത്ത് പോകുന്നു, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ 2 അച്ഛനും അമ്മയായി. എന്നാൽ ഭഗവാൻ പരമാത്മാൻ അങ്ങനെ ഇല്ല എന്ന് അറിവ് വരും. ഉത്തവർ പറയുമ്പം പിന്നെ പോകെ മനസ്സിലാക്കും. അല്ലാതെ പെട്ടെന്ന് കയറി ആ വേരോട്ടത്തെ പിടിച്ച് കളയാൻ പറ്റില്ല. ഉള്ളത്തിൽ അങ്ങനെ പതിഞ്ഞ് കിടക്കുവാണ്. അതുകൊണ്ട് ഇടർമുട്ടി എന്ത് വന്നു? അശ്രുക്കൾ വീഴ്ത്തിക്കൊണ്ട് നിശബ്ദ സംയുക്തനായിട്ട് വിശ്വനാഥനെ തന്നെ, ഭഗവാനെ തന്നെ മനസ്സിലങ്ങ് ഉറപ്പിച്ചു. അങ്ങനെ അദ്ദേഹം മനസ്സിൽ പരമാത്മനെ നിർത്തിയിട്ട് പുത്രൻ്റെ ഗുണഗണങ്ങളെല്ലാം വർണ്ണിച്ചത് ആരാ കേട്ടത്? അമ്മ യശോദ കേട്ടിട്ട് അവരും ചിത്തത്തിൽ ഭഗവാനെ ധ്യാനിച്ച് നേത്രാമ്പു എത്രയും വീഴ്ത്തി അമ്പു വെള്ളം ജലം കണ്ണിൽ നേത്രാമ്പു കണ്ണിൽ നിന്ന് അവരും ധാരയായി ഇങ്ങനെ കണ്ണുനീരൊഴുകി എന്ത് ചെയ്യുന്നു? ഭക്തിയോട് അവർ കൃഷ്ണനെ ധ്യാനിച്ചു. അപ്പോൾ ഈ ഭക്തി ആര് കണ്ടു? ഉദ്ധവർക്ക് അതിഭയങ്കരമായ ഭക്തനായി. ഈ ശാസ്ത്രങ്ങളെല്ലാം തികഞ്ഞ ആളാണ്. എല്ലാ നീതിശാസ്ത്രങ്ങളും മൊത്തം പഠിച്ച ആളാണ്. ഭഗവാന്റെ പരമഭക്തനാണ്. അപ്പോൾ അത്ര ഉള്ളൊരു സ്നേഹമായ അദ്ദേഹത്തിന് വിട്ടേക്കുന്നത് എന്താ? ഇവർക്ക് ഉപദേശം കൊടുത്ത് ഇവരുടെ മനസ്സിലെ ഭാരം മാറ്റാനാണ് അവിടുന്ന് ഇങ്ങോട്ട് കടത്തി വിട്ടേക്കുന്നത്. ഭഗവാൻ വരുന്നത് നന്നായി സംസാരിച്ച് അവരെ മയക്കി എല്ലാ വേദനകളും വിഷമങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി വിട്ടേക്കുക. അന്നേരം ഉദ്ധവർ ഇതെല്ലാം പറയുമ്പം ഭഗവാൻ അറിയാം ഉദ്ധവർക്ക് ജ്ഞാനമുള്ള ആളാണ്, അറിവിൻ്റെ നിറകുടമാണ്. അത് എല്ലാം പറഞ്ഞ് തിരിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ട് ഇത്തരം കൃഷ്ണഭക്തിയുള്ളവർ നിങ്ങൾ ഓർത്താൽ എന്ത് വരുന്നു? ഉത്തമോത്തമന്മാരാണ് നിങ്ങൾ, അതിന് യാതൊരു സംശയവുമില്ല എന്നിവിടെ പറഞ്ഞു. നിങ്ങൾ ഭക്തിയിൽ ഇത്രയും നിങ്ങൾക്ക് ഭക്തി എന്ന് പറഞ്ഞപ്പോൾ ഉത്തമന്മാരിൽ ഉത്തമനാണ് എന്ന് പറഞ്ഞു.
എന്നിട്ട് മൃത്യുസന്നിഗ്ധ കാലം ആനന്ദാമൃതനായ ചിത്സ്വരൂപനാം കൃഷ്ണം കാൽക്ഷണമെന്നാകും നമ്മൾ മരണമടുക്കുമ്പോൾ അല്പസമയമെങ്കിലും ഭഗവാനെ എന്നൊരു ചിന്ത വന്നാൽ ചിത്തത്തിൽ നിന്ന് ഓർത്താലും അത് സ്മരിക്കലോ മോക്ഷവും വന്നുകൂടും. ഇത്തരം സർവ്വവേദസമ്മതമാണിത്. ഇത് ആരാരും പറയുന്നത്, ഇത് വേദമാണ്, സമ്മതം. എല്ലാവരും ലോകസമ്മതമാണിത്. അല്പസമയം ആ മരണസമയത്തെങ്കിലും നമുക്ക് ഓർമ്മ വേണം. ഓർമ്മയിൽ നമ്മളെങ്ങനെ അറിയാനൊക്കും? അതുകൊണ്ട് നമ്മൾ ഒരു ഭഗവാനെ ഒന്ന് ചിന്തിച്ചാൽ, മനസ്സിൽ ധ്യാനിച്ചാൽ മാത്രം മതി. എന്ത് കിട്ടും? മോക്ഷം വന്നുകൂടാ. അക്കണക്കിന് ഇത്തരം സർവ്വവേദ സമ്മതമായ സ്ഥിതിക്ക് സർവദാ എപ്പോഴും കൃഷ്ണഭക്തി ഉള്ള നിങ്ങൾ, മാതാപിതാവിന് ഇത്രയും ഭക്തി, ഭഗവാനുള്ള ഭക്തിയുള്ള നിങ്ങൾക്കോ നിർവാണ പദം പോകും, ജന്മവും സഫലമായി വരും. കർമ്മങ്ങൾ അനേകമുണ്ടെന്നതങ്ങിരിക്കലും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ നിങ്ങൾക്കിതൊന്നും ചെയ്യേണ്ടതായിട്ടില്ല താനും. എന്നാൽ മരിക്കോളം നമ്മൾ ഭഗവാൻ പറഞ്ഞേക്കുന്നത് നമുക്ക് ആഹാരം, നമുക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ എന്ത് കർമ്മം നമ്മൾ ചെയ്യണമല്ലോ. എന്നാൽ ഈ മോക്ഷത്തിന് അർഹനായിരിക്കുന്ന ഈ അമ്മയ്ക്കും അച്ഛനും ഒരു കർമ്മം ചെയ്യേണ്ടതായിട്ടില്ല. അവർ എല്ലാത്തിൽ നിന്നും മുക്തനായി കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല, ആരും ചോദിക്കാനില്ല എന്താ ചെയ്യാത്തത്. കാരണം അവർക്ക് പേടിക്കാനൊന്നുമില്ല, അവർക്ക് യഥാർത്ഥത്തെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ മോക്ഷത്തിന് വേണ്ടിയല്ലേ ഇവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്, നല്ല കർമ്മങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് അതിനാണല്ലോ. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും മോക്ഷം ആയി കഴിഞ്ഞു, അമ്മയും അച്ഛനും അങ്ങനെ ആയ സ്ഥിതിക്ക് പിന്നെ ഒരു കർമ്മവും ചെയ്തിട്ട് ഒരു പുണ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് സർവദാ ഭക്തി ഈ വണ്ണമുള്ള നിങ്ങൾ നിർവാണ പദം പോകും, ജന്മവും സഫലമായി വന്നു. കർമ്മങ്ങൾ അനേകമുണ്ട്, ഒരുപാട് കർമ്മങ്ങൾ മരിക്കോളം നമുക്ക് ഒരുപാട് നമ്മുടെ വീട്ടുകളിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് ഉള്ളത്. അങ്ങനെ കർമ്മങ്ങൾ ഒരുപാട് ഉണ്ടെന്നങ്ങ് ഇരുന്നാലും നിങ്ങൾ നിർമ്മലാത്മാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതില്ല, ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല. സംഘനാശനൻ എങ്ങും നിറഞ്ഞ പുമാൻ കൃഷ്ണൻ മംഗലം വളർത്തുവാൻ നിങ്ങൾക്ക് വൈകിടാതെ വന്നിടും ഇവിടേക്ക് എന്നത് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ഭഗവാൻ സത്യത്തിൽ സംഘനാശനനാണ്. ഭഗവാന് അത് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ? അവരുടെ ഉള്ളത്തിലെ വേരിനെ പറിച്ച് കളയാൻ. വേര് ഊന്നിക്കിടക്കുന്ന മകനുള്ള ചിന്ത മാറ്റണം. അതിനുവേണ്ടി ഉദ്ധവർ സംഘനാശനനാണ് പരമാത്മാവ്. ആരോട് സംഘമില്ല. അമ്മ, അച്ഛ, മക്കള്, സഹോദരങ്ങൾ എന്നുള്ള ബന്ധുക്കളെന്നും മിത്രങ്ങളെന്നും യാതൊരു മമത ഇല്ലാത്ത കൃഷ്ണനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് സംഘനാശനനാണ് ഭഗവാൻ പരമാത്മാവ്. എങ്ങും നിറഞ്ഞ പുമാനാണ് കൃഷ്ണൻ. അവൾ എന്നും സർവ്വത്തും ആകാശം പോലെ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവാണ് ഈ കൃഷ്ണൻ. സംഘനാശനനാണ്. ആരോടൊരു സംഘമില്ല, ആരോടൊരു കെട്ടില്ല, എൻ്റേതെന്നുള്ള മമതയില്ല. അയ്യോ എൻ്റെ അമ്മ വിഷമിക്കും, എൻ്റെ അച്ഛൻ വിഷമിക്കും. ഇതിപ്പം ഈ മക്കളും ഈ അമ്മയും അച്ഛനും വിഷമിക്കുന്നതാണ് ഭഗവാൻ കൃഷ്ണന് സങ്കടം. അല്ല, ഭഗവാനിതില്ല. കാരണം ഇത്രയും വളർത്തിയ അമ്മയും അച്ഛനും വിഷമിച്ചാൽ ദുഃഖമല്ലേ. അതിൻ്റെ പേരിലാണ് ഭഗവാൻ ഈ സന്ദേശവാക്യം കൊടുത്തിട്ട് വിട്ടേക്കുന്നത്. അല്ല, ഭഗവാൻ പരമാത്മാവിന് യാതൊരു സംഘവും ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ വിഷമിക്കും, ഭഗവാൻ സങ്കടമാണ്. അതുകൊണ്ട് ഇവരുടെ ഉള്ളത്തിൽ നിന്ന് വൃത്തി വന്നേ ഭഗവാന് സമാധാനം കിട്ടും. ഈ അമ്മയുടെ അച്ഛൻ്റെയും ഉള്ളത്തിലെ വേദന മാറ്റാനാണ് ഇവിടെ ഉദ്ധവർ വന്നേക്കുന്നത്. അത് മാറ്റിയില്ലെങ്കിൽ പരമാത്മാവായ കൃഷ്ണന് സഹിക്കാൻ പറ്റുന്ന വേദന ഉണ്ടാവും. കാരണം വളർത്തിയ അമ്മയച്ഛൻ ദുഃഖിച്ചാൽ ആ മകൻ പരമാത്മാവാണെങ്കിലും മകനല്ലേ. അപ്പം മകന് വേദന എന്തുകൊണ്ടാണ്? അമ്മയച്ഛൻ ദുഃഖിക്കുന്നല്ലോ എന്നുള്ള വേദന. അമ്മയച്ഛനെ പിരിയാനുള്ള വേദന ഭഗവാനില്ല. കാരണം സംഘമില്ലല്ലോ, പരമാത്മാവല്ലേ. അതുകൊണ്ട് നമ്മളോടുള്ള സ്നേഹം, നമുക്കിപ്പം ഭഗവാനെ പിരിയാൻ പറ്റത്തില്ലെങ്കിൽ ഭഗവാൻ സങ്കടമാണ്. എങ്ങനെ നമ്മൾ മകനെയും കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞ് കണ്ണെന്നും പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. ഭഗവാൻ നമ്മളിൽ വിട്ടങ്ങ് മാറുമ്പോൾ നമുക്ക് എത്ര ദുഃഖമാണ്. അത് സഹിക്കത്തില്ല ഭഗവാൻ. അതാണ് ഇവിടെ പറയാം. അതുകൊണ്ട് സംഘനാശനനാണ് കൃഷ്ണൻ. അതുകൊണ്ട് എങ്ങും നിറഞ്ഞ ഭഗവാൻ പുമാൻ കൃഷ്ണൻ മംഗലം വളർത്തുവാൻ നിങ്ങൾക്ക് വൈകിടാതെ തന്നെ ഇവിടേക്ക് വന്നെത്തും. നിങ്ങളത് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ ഇവിടെ പെട്ടെന്ന് തന്നെ ഇവിടെ എല്ലായിടവും എല്ലാവർക്കും വേണ്ടുന്നതെല്ലാം നൽകാനും മംഗളകരമാക്കാനും ഭഗവാൻ വൈകാതെ തന്നെ ഇവിടേക്ക് വന്നിടും എന്ന് നിങ്ങൾ അറിയണം. ഇത്രയാണ് നമ്മളിതിലെ വായിച്ചത്. നമുക്ക് തന്നെ ബാക്കി വായിക്കാം, കണ്ടു വായിക്കാം. നിർമ്മലാത്മാക്കൾ നിങ്ങൾ ചെയ്യേണ്ടതില്ല ഒന്നും. അനേക കർമ്മങ്ങളുണ്ടെന്നങ്ങ് ഇരുന്നാലും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല. സംഘനാശനൻ എങ്ങും നിറഞ്ഞ പുമാൻ കൃഷ്ണൻ മംഗലം വളർത്തുവാൻ നിങ്ങൾക്ക് വൈകിടാതെ വന്നിടും ഇവിടേക്ക് എന്നതും അറിയണം. സന്ദേഹം കളഞ്ഞാലും ചൊല്ലുവൻ കേട്ടുകൊള്ളുക. നിങ്ങളെ സംശയങ്ങളെല്ലാം മാറ്റൂ.
തീർച്ചയായിട്ടും തന്നെ ഇവിടെ പെട്ടെന്ന് വരും. എല്ലാ സംശയങ്ങളും ഇവിടെ വരുമോ, കൃഷ്ണൻ ഇവിടെ വരുമോ, ഞങ്ങളതിനെ കാണാതിരിക്കുമോ, കണ്ണം വരാതിരിക്കുമോ, ഈ നിലം ഇവിടെ ഈ പ്രദേശം ഞങ്ങളെയൊക്കെ ഓർക്കുമോ, ഇങ്ങനെയുള്ളൊരു വിഷമം ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉള്ളത്തിൽ കിടക്കുന്നു. അതാണ് സഹിക്കാൻ വയ്യാത്തത്. അതാണ് ഇവിടെ ഭഗവാൻ ഇവിടെ ഉദ്ധവരെ ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് നിങ്ങൾ സംശയം നിങ്ങൾ കളയൂ, ചൊല്ലുവൻ കേട്ടുകൊള്ളുക, ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കൂ. ഇതാണ് നമുക്ക് ഈ സംശയം. ഇത് പഠിച്ചാൽ നമ്മുടെ സംശയം മാറും. എല്ലാ ഭക്തമക്കളും ശ്രദ്ധിക്കണം. ഇന്ന് ഒരുപാട് ഇതൊക്കെ വായിക്കുകയും ചെയ്യും, യാതൊന്നും അറിയത്തുമില്ല. എനിക്കും അറിയത്തില്ല. എങ്കിലും ഞാനൊരു LKG UKG എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും എന്നെ കൊണ്ടൊക്കെ ഞാൻ പറയാം. കാരണം ഇവിടെ ഭഗവാൻ എന്താ ഇത് എല്ലാവർക്കും ഞാനങ്ങനെ പറഞ്ഞതല്ല. എൻ്റെ കുറച്ച് മക്കൾക്ക് അറിവില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇത് കേൾക്കുന്ന മക്കൾ ഒരുപാട് കാണും, അവർക്ക് ഇതിനേക്കാൾ അറിവുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി പറയുന്നതല്ലെന്നും കൂടെ ചിന്തിക്കണം. ഇതിനകത്ത് ഒരുപാട് ആ മക്കളും ഉണ്ട്. എനിക്ക് വളരെ വളരെ സന്തോഷം. ഇതിനകത്ത് എനിക്കറിയാം 100-ൽ 32 പിന്നെ ആൺമക്കളും ഇത് ബാക്കി 68% പെൺമക്കളും. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഒരുപാട് മക്കൾ വായിക്കുന്നുണ്ട്, അറിവ് തോനെയുള്ളവരുണ്ട്. ഇത് എന്തോന്ന് മനസ്സിലാക്കാൻ തന്നെ ചെയ്യുന്നവർ കാണും. കാരണം നമുക്ക് എത്ര ഉണ്ടെങ്കിലും അതിനേക്കാൾ വേറൊന്നുകൂടെ കേട്ടാൽ എത്രമാത്രം ഉണ്ടെന്ന് നമ്മളറിയാൻ പലതും നമ്മൾ കാണുമല്ലോ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ തെറ്റുകളെല്ലാം ഉണ്ടെങ്കിൽ അത് പൊറുക്കണം. ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുക. കാരണം പുതിയ മക്കൾ വിചാരിക്കും, ഇതൊക്കെ തെറ്റല്ലയോ, ഇതൊക്കെ എന്തുവാ എന്നൊക്കെ ചിന്തിക്കും. അതുകൊണ്ടാണ് എടുത്തത് പറയുന്നത്. എനിക്ക് 1-ാം ക്ലാസ്സിലെ പഠിത്തം പോലും ഇല്ല ഇത് ആധ്യാത്മികമായിട്ട്. ഞാൻ ഗുരുകുലത്തിൽ പോയി പഠിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായി ഇതൊക്കെ മനസ്സിലാക്കുന്നത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മാണ്ട ചരാചരലോകങ്ങളെല്ലാറ്റിലും ഈ ചരാചരം എന്നുള്ള അറിയാത്ത മക്കളുണ്ടെങ്കിൽ, ചരം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ കഴിയും. അത് മൃഗങ്ങൾക്കും പക്ഷിക്കും മനുഷ്യർക്കും എല്ലാം പോകാൻ കഴിയും. എന്നാൽ വൃക്ഷത്തിനോ, ഈ ചെടികൾക്കും മരങ്ങൾക്കൊക്കെ ഒരു സ്ഥലത്ത് തന്നെ വേരൂന്നി അവിടെ നിൽക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തില്ല, ഒരു സ്ഥലം തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് അത് ചരിക്കാത്ത. എന്നാൽ അത് ജീവനുള്ളതാണ് താനും. ജീവനുണ്ടെങ്കിൽ അതിന് വേദന അറിയില്ല. കാരണം നമ്മളെപ്പോലെ തലച്ചോറില്ലല്ലോ. നമുക്ക് വേദന അറിയാൻ തലയിൽ നിന്നല്ലേ. നമ്മൾക്ക് വേറെ എന്തോ ഒരു ഗ്രന്ഥിയുടെ ഇത് വെച്ചാൽ നമുക്ക് വേദന അറിയാം. അതിൽ തലയുടെ എന്തോ അത് നശിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയാതെ എന്താ പറയുക, കോമയിൽ കിടക്കുന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അത് ഈ വൃക്ഷങ്ങളും അങ്ങനെ കോമയിലാണ്. അവർക്ക് രക്തമൊക്കെ അതിലൊക്കെ ഓട്ടം ഉണ്ടെങ്കിലും വേദനയില്ല. അതുകൊണ്ടല്ലേ നമുക്ക് സസ്യത്തിനെ നമുക്ക് കഴിച്ചാൽ നമുക്ക് പാപമില്ല. ഭഗവാൻ അത് അറിഞ്ഞല്ലേ നമുക്ക് സസ്യങ്ങൾ തന്നേക്കുന്നത്. എന്നാൽ ചോദിക്കും, യാതൊരു കാരണവശാലും നമ്മൾ അല്പം മത്സ്യം കഴിച്ചതുകൊണ്ടോ ഒന്നും പേടിക്കണ്ടെന്ന് വെച്ചത് എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോഴാണ് ഒരു 4-4.5 വർഷമാണ് ഇത് കഴിക്കാത്തത്. അതിനുമ്പ് അല്പം എനിക്ക് ഇഷ്ടമുള്ള ചില വൃത്തിയുള്ളതൊക്കെ, അല്ലാതെ ഈ മാംസം പോലെ ഇരിക്കുന്നൊന്നും മീനൊന്നും കഴിക്കത്തില്ല. അപ്പോൾ അന്ന് അതിഭയങ്കരമായ എന്താ പറയുക, അന്ന് അനുഗ്രഹവും ഒക്കെ അത് പറഞ്ഞാൽ ഒരുപാടുണ്ട് പറയാനുണ്ട്. ഇപ്പോൾ ഭാഗം വായിക്കാൻ സമയം പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും മനസ്സിൽ അജ്ഞാനം ഇത് കഴിക്കാമോ, പക്ഷെ നമുക്കുള്ള മനസ്സിൻ്റെ ഉറപ്പാണ് കഴിച്ചതിൽ ഇതിനകത്ത് ആരും അജ്ഞാനമില്ല എന്ന് നമ്മൾ വിചാരിച്ച് കഴിച്ചാൽ യാതൊരു വിഷമവും ഇല്ല. കാരണം നമ്മളത് അറിയുന്നില്ലല്ലോ. നമ്മൾ സാധാരണ ചോറ് കഴിക്കണൊക്കെ അങ്ങ് കഴിച്ചു പോകുന്നു. എന്നാൽ നമുക്കൊരു ഇപ്പം ഞാനിപ്പോൾ എങ്ങനെ നിർത്തി, അതുപോലെ നമ്മുടെ മനസ്സിൽ തോന്നിക്കാം, ഇനി എനിക്കത് കഴിക്കണ്ട, ഭഗവാനാണ് എനിക്ക് ഇഷ്ടം. ഇപ്പം എനിക്കിനി ഭഗവാൻ മതി, എനിക്ക് ഈ കുന്തമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമുള്ളത് എന്തുണ്ട്, എനിക്ക് യാതൊരു കാര്യങ്ങൾ അങ്ങനെ എനിക്ക് എല്ലാം തൃപ്തിയാണ്. ഇത് ഇത്രയോടെ കഴിക്കാൻ ഞാൻ കഷ്ടമായിപ്പോൾ ഞാൻ ഈ മരിച്ചാൽ തിന്നാനൊന്നും പറ്റത്തില്ല എന്നൊരു ചിന്തയൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. എന്താ കാരണം? അതിനേക്കാൾ ഉപരി ഭഗവാൻ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തോന്നുമ്പോൾ നമുക്കതെല്ലാം നിർത്താം. ഇറച്ചിയൊക്കെ കഴിക്കാമെന്ന് പറയുന്നെങ്കിലും അതൊക്കെ പാവമുള്ള വേദനിച്ച് വിഷമിച്ച് കൊന്നതിനെ കഴിക്കുമ്പോൾ ആ വേദന നമ്മുടെ ഉള്ളത്തിൽ കിടന്ന് പിടയും. അതുകൊണ്ടാണ് അത് കഴിക്കേണ്ടെന്ന് പറയുന്നത്. മത്സ്യത്തിന് അത്ര ഇല്ല, അതുകൊണ്ടാണ്. അതുകൊണ്ട് ബ്രഹ്മാണ്ട ആചരം. അപ്പോൾ ആചരം മനസ്സിലായേ? വൃക്ഷം ഒരു സ്ഥലത്ത് നിൽക്കുന്നു, അതെങ്ങോട്ടും പോകുന്നില്ല. എങ്ങോട്ടും നടന്നും ഓടിയും ചാടിയും പറന്നും ഒക്കെ പോകുന്ന മൃഗങ്ങളായാലും പക്ഷികളായാലും അവരെല്ലാം ചരിക്കുന്നതാണ്. ഈ ബ്രഹ്മാണ്ടത്തിലപ്പോൾ ഇങ്ങനെ 2 ഉണ്ട്, ചരവും ആചരവും. എല്ലാം ഈ രണ്ടാണ്, പകലിനും രാത്രി എന്ന പോലെ ഇതും അങ്ങനെ തന്നെയാണ്. കരയും കടലും അതുപോലെ തന്നെയാണ് ആചരം. ചരം നടക്കുന്നത്, എങ്ങോട്ടും മാറിപ്പോകുന്നത്. ആചരം ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ബ്രഹ്മാണ്ട ആചര ലോകങ്ങൾ എല്ലാറ്റിലും ബ്രഹ്മമായി വ്യോമം പോലെ ഉള്ളിലും പുറത്തുമായി നിന്നിടും ജഗന്മയനാകിയ കൃഷ്ണൻ തന്നെ നന്ദഗോപതേ സദാ കാണുന്നില്ലയോ.
നിങ്ങൾ. അപ്പോൾ ഭഗവാൻ എന്താ ഇവിടെ ബ്രഹ്മമായി സർവ്വബ്രഹ്മാണ്ടം നിറഞ്ഞ് ചരത്തിലും അചരത്തിലും നിറഞ്ഞു നിൽക്കുന്ന എങ്ങനെ വ്യോമം പോലെ ആകാശം പോലെ ബ്രഹ്മമായി. അപ്പോൾ ഭഗവാൻ പരമാത്മാവ് കൃഷ്ണൻ എന്താ ബ്രഹ്മമായി അകവും പുറവും ഇങ്ങനെ ആകാശം പോലെ നിറഞ്ഞു നിൽക്കുന്നു. അകവും പുറവുമായി ഇത് പറഞ്ഞു കൊടുക്കുക തെളിയുന്നില്ല. അങ്ങനെ നിൽക്കുന്നത് ആരാ? ഈ ഭഗവാൻ കൃഷ്ണൻ, ജഗന്മയൻ, ജഗത്തിൻ്റെ ഈശ്വരൻ കൃഷ്ണൻ. ആരാ? പരബ്രഹ്മം. ഇത് നന്ദഗോപർക്ക് ഉപദേശം കൊടുക്കുകയാണ് ഈ ഉദ്ധവർ. എന്താ ഇത് പറയുന്നത്? ഉള്ളിലെ ആ വേരോടി വെച്ചേക്കുന്ന എൻ്റെ കുഞ്ഞ് എൻ്റെ മകൻ എനിക്ക് എന്തിനു കാണാൻ പറ്റും, ഇങ്ങോട്ട് വരത്തില്ല വേദന മാറ്റാൻ ഇദ്ദേഹം ഇതെല്ലാം പഠിപ്പിക്കുക. അങ്ങനെയുള്ള കൃഷ്ണനെ നന്ദഗോപരെ സദാ കാണുന്നില്ലയോ നിങ്ങൾ? ശത്രു മിത്രോ ഉദാസീന, അല്ല ദാസിയല്ല, ഇവിടെ ഉദാസീന എന്നുവെച്ചാൽ ശത്രുക്കളായാലും മിത്രങ്ങളായാലും ഉദാസീനന്മാരുണ്ടല്ലോ, യാതൊന്നിനും ഒന്നും ചെയ്ത ഇവനൊരു ഉദാസീനായി നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള ഉദാസീന, രാഗമുള്ളവർ, ദേഷ്യമുള്ളവർ, ഇങ്ങനെ ആദിയായവരെല്ലാം ഭേദം പുത്രതാതാദി മാതൃജനങ്ങൾ. അപ്പോൾ ഭഗവാന് ശത്രുവെന്നോ മിത്രമെന്നോ ഉദാസീനെന്നോ രാഗമുള്ളവരെന്നോ ദേഷ്യമുള്ളവരെന്നോ ഭേദങ്ങൾ ഈ താതാദി പുത്രനെന്നോ പിതാവെന്നോ അമ്മയെന്നോ ജനങ്ങൾ ആരെയും മരണവും ഇന്നവനുടെ പുത്രൻ എന്നതും നീ ഞാനെന്ന ഭിന്ന ഭേദങ്ങൾ ഒന്നുമില്ലാതെ പരൻപുമാൻ. ഭഗവാന് എൻ്റെ അമ്മ ഇപ്പം മരണം, അയ്യോ എൻ്റെ അമ്മയാ മരിച്ചുകൂടാ, അങ്ങനെ ഉണ്ടോ ഭഗവാന്? എൻ്റെ കുഞ്ഞാണ്, അപ്പോൾ കൃഷ്ണൻ്റെ മകനാണെന്നിരിക്കട്ടെ, കൃഷ്ണൻ അങ്ങനെ എൻ്റെ എല്ലാവരും മരിച്ചാലും എൻ്റെ കുഞ്ഞ് മരിക്കണ്ട എന്ന് ഭഗവാനുണ്ടോ? അതുകൊണ്ട് ഈ മരണം എല്ലാത്തിനും ഭഗവാൻ ഒന്നിനും പിന്നെ ഭേദങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ അമ്മയെന്നോ അച്ഛനെന്നോ പുത്രനെന്നോ മരണമെന്നോ മാതൃജനങ്ങൾ ഒന്നും രാഗം ദേഷ്യം ശത്രു മിത്രം ഉദാസനം ഇങ്ങനെ യാതൊരു ഭാവഭേദവും ഭഗവാനില്ല. ഇന്നവനുടെ ഇവൻ ഇന്നവൻ്റെ പുത്രനാ, അത് മറ്റത് എൻ്റെ പുത്രനാ എന്ന് ഇന്നവനുടെ പുത്രൻ എന്നതും നീ ഞാനും നീയും എന്നുള്ള രണ്ടവസ്ഥ, ഇത് ഇങ്ങനെയുള്ള ഭിന്ന ഭേദങ്ങളൊന്നും പരമാത്മാവായ കൃഷ്ണൻ പരംപുമാന് ഇല്ല. അപ്പം മമത ഇല്ല. അപ്പം സ്വന്തം നന്ദഗോപരോടോ യശോദ വളർത്തുന്ന ആ അമ്മയോടോ മമത ഇല്ല, സംഘമില്ല. ആർക്കാണ്? പരബ്രഹ്മത്തിന്. പരബ്രഹ്മം ആരാ? കൃഷ്ണൻ. അതുകൊണ്ട് ഉദ്ധവർ പറയുന്നു, ഭഗവാന് കൃഷ്ണൻ പരബ്രഹ്മം, വ്യോമം, ആകാശം നിറഞ്ഞ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന പരബ്രഹ്മ വസ്തുവാണ്. ആ പരമാത്മാവാണ് ഈ കൃഷ്ണൻ. യാതൊരു സംഘവും ആരോടുമില്ല, മമതയില്ല, നീ ഞാനെന്ന യാതൊരു ഭിന്നഭേദങ്ങളൊന്നും തന്നെ ഇല്ലാത്ത പരൻപുമാൻ, നിർമ്മലനും നിർവികാരനും, ഒരു വികാരമില്ല. അയ്യോ എൻ്റെ അമ്മ വിഷമിക്കാനുള്ള വികാരം ഭഗവാനില്ല. പക്ഷേ ഭഗവാൻ എന്താ വിഷമം? അമ്മയും അച്ഛനും ദുഃഖിക്കുന്ന വിഷമം. അമ്മയ്ക്കും അച്ഛനും അവരുടെ കുഞ്ഞ് അവർ ചിന്തിക്കുന്നു, അത് ഭഗവാൻ സഹിക്കുകയില്ല. അതാണ് വിഷമം. അല്ല ഭഗവാൻ എൻ്റെ അമ്മ എനിക്ക് എന്നെ അമ്മയെ കാണാൻ പറ്റുമോ, എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ, എൻ്റെ അങ്ങനെ ഭഗവാനില്ല. നമ്മുടെ ദുഃഖമാണ് ഭഗവാന് സഹിക്കാൻ വയ്യാത്തത്. ഇത്രനാളും വളർത്തിയപ്പോൾ ആ അമ്മയും അച്ഛനും വേദനിക്കുന്നുണ്ടല്ലോ എന്നുള്ള വിഷമം ഭഗവാനുണ്ട്. അതുകൊണ്ടാണല്ലോ ഉദ്ധവരെ വിട്ടത്. അതുകൊണ്ട് ഇനി ഇത് പറഞ്ഞ് മാറ്റി, ഇത് പരമാത്മാവിന് ഇങ്ങനെയൊന്നും ഇല്ല, അത് ഇങ്ങനെ നമ്മളും അങ്ങനെ ആകണം, ഇതൊന്നും നമ്മുടേതല്ല എന്നെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഉദ്ധവരെ ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് ഭഗവാൻ നിർമ്മലനാണ്, നിർവികാരനാണ്, ഒരു വികാരമില്ല. സ്വന്തം അമ്മയെന്നോ അമ്മയെ കണ്ടില്ല എന്നുള്ള വികാരമോ ഒന്നുമില്ല. നിർവികാരൻ, വികാരമില്ലാത്തവൻ, നിർഗുണനാണ്, ഒരു ഗുണങ്ങളില്ല. എന്താ പറയാ ഗുണം? സത്തോ രജസോ തമോ ഗുണമോ ഒരു ഗുണവുമില്ല. നിർഗുണൻ എന്ന് വെച്ചാൽ എന്താ? ഗുണത്തിന് അതീതനാണ് പരമാത്മാവ്. അതുകൊണ്ട് നിർഗുണനും നിരാകാരനുമാണ്. നിരാകാരൻ വെച്ചാൽ ആകാരമില്ലാത്തവൻ, ശരീരമില്ലാത്തവൻ. പരബ്രഹ്മത്തിന് ശരീരമുണ്ടോ, ആകൃതിയുണ്ടോ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? കാണാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ശരീരമില്ലാതെ പിന്നെ ആകാരം, നിർവികാരം, ശരീരമില്ലാത്ത ഇവിടെ അവതാരം എടുത്തത് കൊണ്ടാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥന, അന്ന് നമ്മളും ഉണ്ടായിരുന്നിരിക്കണം. നമ്മുടെ എല്ലാം പ്രാർത്ഥന ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നമ്മളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇന്നും നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അന്നത്തെ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ നിർവികാരനായ ഈശ്വരൻ അവതാരം എടുത്ത് രൂപമായി വന്നെങ്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണനായിട്ട് അവതരിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാൻ നിരാകാരനും സന്മയനും സനാതനൻ അവ്യയൻ ജഗദീശൻ. ഈ ജഗദീശൻ ചിന്മയനും എന്താ ഇങ്ങനെയുള്ള ഭഗവാൻ ലീലാർത്ഥമായ അവതാരത്തെ ചെയ്തു. എന്താ ലീലാർത്ഥം? ഭഗവാന്റെ തന്നെ ലീലകൾ, മായാവിലാസങ്ങൾ, അങ്ങനെ ആ ലീലാർത്ഥമായാണ് ഇവിടെ അവതാരം ചെയ്തത്. ഈ പരമാത്മാവിന് യാതൊന്നുമില്ല. ഇത്രയും പറഞ്ഞത് ഒന്നും തന്നെ ഭഗവാനില്ല.
ശരീരമില്ലാത്ത അരൂപി, രൂപമില്ല. പക്ഷെ ഇവിടെ രൂപം എടുത്തു വന്നു, ഭഗവാന്റെ തന്നെ മായയാൽ ഇവിടെ അവതരിച്ചു. യഥാർത്ഥം എന്താണ്? അരൂപിയാണ്. നമുക്കൊക്കെ കാണുവാൻ വേണ്ടി ഇവിടെ ശരീരം എടുത്തു വന്ന്. എന്നാൽ ഈ കാണാതെ ഈ ലോകം മൊത്തവും നിറഞ്ഞ് നമ്മളെ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കേ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതുള്ളൂ. പരമാത്മാവിനെ സർവ്വരെയും കാണാം. നമുക്ക് കാണാൻ വേണ്ടി ഭഗവാൻ രൂപം എടുത്തൂടെ വന്നു. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ധർമ്മം പാലിക്കാൻ വേണ്ടി. അങ്ങനെ ഭഗവാന്റെ ലീലാർത്ഥമായ ഇവിടെ അവതാരം ചെയ്തു. തന്മായ യുക്തനായി ഭൂഭാരഹരണാർത്ഥം. തന്മായ ഭഗവാന്റെ തന്നെ മായ കൊണ്ട് യുക്തനായി ഈ ഭൂഭാരഹരണാർത്ഥം, ഹരണം നശിപ്പിക്കുക, ഹനിക്കുക. എന്താ? ഭൂമിയുടെ ഭാരം. എന്താ ഭാരം? കംസാദികളെ പോലുള്ള ദുഷ്ടന്മാരായിരിക്കുന്നവരെ കൊണ്ട് ഇന്നും നമുക്കറിയാം എത്രമാത്രം, അതിനേക്കാൾ എത്ര കോടാനുകോടി ദുഷ്ടതരങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്നും ഓരോരോ ദുഃഖങ്ങളാണ് ഓരോ എന്നും കേൾക്കുന്നുണ്ട്. അതെല്ലാം എന്താണ്? ഭൂമിക്ക് ഭാരമല്ലേ, സഹിക്കാനൊക്കുമോ? ഇതൊക്കെ സാധാരണക്കാർക്ക്, ഭക്തന്മാർക്ക് ഇതൊക്കെ കേട്ടാൽ സഹിക്കുന്നത് എങ്ങനെയാ? അപ്പോൾ സ്വന്തം അമ്മയും അച്ഛനൊക്കെ ഇതൊക്കെ കാരണം എന്താ? ഈശ്വരാരാധന ഇല്ല. കലികാലത്ത് എന്താ വേണ്ടേ? ഒരു കുടുംബത്തിൽ അഥവാ ഉണ്ടെങ്കിൽ ഒരു കുട്ടിയോ അങ്ങനെ ഒന്ന് ഇതൊക്കെ കേട്ടിട്ട് മിക്കവാറും സ്ത്രീകൾ, അമ്മമാർ, ദൈവമേ കുഞ്ഞുങ്ങൾക്കൊന്നും വരത്തില്ലെന്ന് അമ്മ ചിലപ്പം പ്രാർത്ഥിക്കും. ആ കുടുംബം മറ്റുള്ള 4 പേരുടെ 3 പേരെന്ത് ചെയ്യും? പോയി കോമഡിയോ സിനിമയോ കണ്ടുകൊണ്ടിരിക്കും. എങ്ങനെ നന്നാവും? കൂട്ടപ്രാർത്ഥന എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് സർവ്വ അച്ഛനും അമ്മയും മക്കളോട് ചേർന്ന് പരമാത്മാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ കലിയുഗത്തിൽ ഔഷധം അതായിട്ടുള്ളൂ. ഒരാൾ കഴിച്ചാൽ അയാളുടെ വയറല്ലേ നിറയത്തുള്ളൂ. ബാക്കി 3 പേരും ആഹാരം കഴിക്കാണ്ട് എങ്ങനെ അവരുടെ വയറ് നിറയുന്നത്? അപ്പം നമുക്ക് 4 പേരുണ്ടെങ്കിൽ 4 പേരും പ്രാർത്ഥിക്കണം അവരവർക്ക് വേണ്ടി. എന്നാലേ ആ കുടുംബത്ത് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവൂ. അല്ല ഒരാൾ തെമ്മാടത്തിനെന്ന് വെച്ചാൽ എന്താണ്? വേണ്ടാത്ത മദ്യവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങളും കണ്ടും കേട്ടും അനാവശ്യങ്ങളായിട്ടുള്ള ചിന്തയായിട്ട് പോകും. ഒരു സാധാരണ ഒരു ഭക്തയോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ ഒറ്റയ്ക്കിരുന്ന് ഈശ്വരനെ വിളിച്ചിട്ട് വല്ല ഫലമുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ചാൽ അവനവനല്ലേ ഉള്ളൂ. നമുക്ക് ദുഃഖമാണെങ്കിൽ ആ കുട്ടിയുടെ ആയാലും ആ ഭർത്താവിൻ്റെ ആയാലും അല്ലെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ തിരിച്ച് ഭാര്യയുടെ ആയാലും എല്ലാ വിഷമമാണെങ്കിൽ നമുക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ വട്ടമിട്ടിരുന്ന് മേശപ്പുറത്ത് 4 പേരും ഇരുന്ന് കഴിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. പക്ഷേ ഈ സന്തോഷം ആധ്യാത്മികമായ ഭക്ഷണത്തെ എന്തുകൊണ്ടില്ല? ആധ്യാത്മികമായതും ഭക്ഷിക്കുകയാണ്, നമ്മൾ പാനം ചെയ്യുകയാണ്. അപ്പം നമ്മൾ സന്തോഷമായിട്ടൊന്ന് പാനം ചെയ്യണ്ടേ? 4 പേരും ഒത്തിരുന്ന് ചെയ്യണ്ടേ വീട്ടിൽ ഉള്ള സമയത്തെങ്കിലും? അതുകൊണ്ട് തന്മായായുക്തനായി ഭൂഭാരഹരണാർത്ഥം സാധുക്കളായുള്ളവർ തങ്ങളെ രക്ഷിച്ചിട്ട് ബോധത്തെ നൽകും. കൃഷ്ണൻ തന്നെ ഇന്ന് ഓർത്ത് കണ്ടാൽ എന്താണ്? നിങ്ങൾക്ക് സുതനല്ല. എത്രമാത്രം ഇത് നമ്മൾ പുസ്തകം വായിച്ചാൽ പോരാ മക്കളെ, മനസ്സിലാക്കണം. എല്ലാവരും വായിച്ചിട്ട് എന്നിട്ട് പിന്നെ ചോദിക്കും, അയ്യോ അതെന്താ, ഇതെന്താ, അത് ചെയ്യാമോ, പിന്നെ ഇത് ചെയ്യാമോ എന്നിങ്ങനെ എന്നും ഇത് കൂടെ ക്വസ്റ്റ്യനാണ്. ഓരോരുത്തരുടെയും ഭാഗവത പാരായണങ്ങളൊക്കെ ഓരോ മഹാത്മാക്കളൊക്കെ ഇടുമ്പോൾ അവരോടെല്ലാം ചോദ്യങ്ങളാണ്. എന്ന് സപ്താഹം കേൾക്കുകയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഭാഗവതം വായിക്കുന്നവർക്ക് തന്നെയാണ്. പക്ഷെ അവരുടെ ഉള്ളത്തിലോട്ട് ഇത് കയറുന്നില്ല. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെ അരൂപിയായിരിക്കുന്ന ഈ ഭഗവാൻ എന്തിനാണ് ഇവിടെ വന്നത്? തന്മായ, ഭഗവാന്റെ മായ കൊണ്ട്, ലീലാർത്ഥം, ഭഗവാന്റെ കളി, മായ. എന്തിന്? അവതാരം, ശരീരമെടുത്തു. എന്തിനു വേണ്ടിയാ? തന്മായ യുക്തനായി ഭൂഭാരഹരണാർത്ഥം സാധുക്കളായുള്ളവർ, നമ്മളോടൊപ്പമുള്ള ഭക്തന്മാർക്ക്. സാധുക്കളെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെന്നല്ല, ഭക്തന്മാരെന്ന അർത്ഥം. എന്നാൽ ഇവിടെ ധനവാന്മാർ ഭക്തന്മാരാവണമെന്നില്ല. ധനവാന്മാർ ചുരുക്കമാണ് ഭക്തന്മാരാകുന്നത്. വലിയ പണക്കാർക്ക് ഇങ്ങനെ യഥാർത്ഥമായ ഈശ്വരനെ അറിയണമെന്നൊന്നുമില്ല. അവർക്ക് സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കാനുള്ള ചുറ്റുവട്ടങ്ങളുണ്ടെങ്കിൽ പിന്നെ അവർ ഈശ്വരനെ അങ്ങ് അറിയില്ല. എന്നാൽ ചില കുടുംബത്തിൽ എത്ര ധനം ഉണ്ടെങ്കിലും നന്നായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ ജന്മവാസന കാരണം അവർ ഈശ്വരൻ എല്ലാം കൊടുത്താലും അവർ പണ്ടത്തെ കാര്യങ്ങൾ അവരുടെ കുടുംബ പാരമ്പര്യം അവിടെ കാണും. അച്ഛനും അമ്മയും നല്ല ഭക്തന്മാരായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും ഈ തലമുറ മക്കളെ കാലം മുഴുവൻ ധനികന്മാരായത്. അതുകൊണ്ട് അച്ഛനും അമ്മയും ചെയ്ത പുണ്യം കൊണ്ട് ആ മക്കൾ അതറിയും. അതുകൊണ്ട് അവർ എത്ര ധനവാനായാലും ആ പാരമ്പര്യം വിട്ടുകളയത്തില്ല. ആ ഭക്തി അവരിൽ കാണും, അത് നിലനിൽക്കും. അപ്പോൾ ആ ധനവും നിലനിൽക്കും. ഇല്ലെങ്കിൽ എന്ത് വരും? കുറച്ച് നാളൊക്കെ ഇതൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് വെച്ച് എല്ലായിടത്തങ്ങ് തൂത്തുവാരി കളയുകയും ചെയ്യും ഭഗവാൻ. അതാ
സാധുക്കളായുള്ളവർ എന്താ വലിയ ധനവാന്മാരും ആയിരിക്കത്തില്ല, നല്ല പരമഭക്തന്മാരായവരും ആയിരിക്കും, നിഷ്കളങ്കമായ ഹൃദയമുള്ളവരാണ് സാധുക്കൾ. അവരെ എന്ത് ചെയ്യുന്നു? അവരെ രക്ഷിക്കാൻ ഭഗവാൻ അതിനാണ് അങ്ങനെയുള്ള ഭക്തന്മാരെ തങ്ങളെ രക്ഷിച്ചിട്ട് ബോധത്തെ നൽകും. പിന്നെ രക്ഷിച്ചാൽ മാത്രം പോരാ, ബോധം കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം അറിയണം. ഇപ്പോൾ നന്ദഗോപർക്ക് ഉദ്ധവരെ കൊടുക്കുന്ന അറിവ്, ഇപ്പം ഞാൻ ഈ പറയുന്നത് എന്നാൽ ഒക്കുന്നത് പോലെ അറിയുന്നത്, ഇതാണ് ബോധം. ഈ ബോധം അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ഒന്നിലും നമുക്കും സംഘം വേണ്ട, നമ്മൾ ആരും മമത വേണ്ട, എല്ലാം ഭഗവാൻ എങ്ങനെ കാണുന്നു അതുപോലെ കെട്ടുകൾ അറുത്തേ മുക്തി വരൂ. കെട്ടുകളായത് കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തി വരൂ. ദൃഢം കെട്ടുകളോ പല, അങ്ങനെ നമ്മൾ ആ ചൊല്ല നാമത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് നമ്മളും ഇത് പഠിക്കണം. അതാണ് ബോധം. ഈ ബോധത്തെ നൽകാനാണ് കൃഷ്ണൻ തന്നെ ഇന്ന് ഓർത്ത് കണ്ട്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ഓർത്താൽ നിങ്ങൾക്ക് സൂതനല്ല നന്ദഗോപരെ, നിങ്ങൾക്ക് സൂതനാവുന്നത് എങ്ങനെയാ? ഭഗവാനോട് അവതരിച്ചു. എന്തിനു വേണ്ടിയാ? ധർമ്മം പാലിച്ച് സാധുക്കളായ ഭക്തന്മാരെ രക്ഷിക്കാൻ, അവർക്ക് ബോധത്തെ കൊടുക്കാൻ. അപ്പോൾ ഇവിടെ വന്നതെന്തിനാ? നന്ദഗോപരെ നന്നാക്കാനാണോ? നന്ദഗോപരെ പോലുള്ള ഒരുപാട് താതന്മാർ അച്ഛന്മാരുണ്ട്, യശോദയെ പോലെ ഒരുപാട് അമ്മമാരുണ്ട്. ഇതെല്ലാം ഭഗവാന്റെ അമ്മമാരും അച്ഛന്മാരാണ്, ഒരാൾ മാത്രമല്ല. അതുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെയാണ്, നന്ദഗോപർക്ക് മാത്രമല്ല ഇവിടെ സുതൻ, നമുക്ക് എല്ലാവർക്കും ഭഗവാൻ സുതനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുതനല്ല, സർവാത്മാ സർവസുതൻ. ഭഗവാനെ, നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പം നിങ്ങൾക്ക് സുതനല്ല. ഉദ്ധവർ പറയുന്നു, നിങ്ങൾക്ക് സുതനല്ല, സർവാത്മാവാണ്, സർവത്തിൻ്റെ ആത്മാവാണ്. ആ പരമാത്മാവ് സർവസുതനാണ്, നമുക്ക് എല്ലാവർക്കും മകനാണ്. എൻ്റെ ദൈവമേ, ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാതുകൊണ്ട് എങ്ങനെയാ മക്കളെ? നിങ്ങൾ വായിച്ചാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത് എന്താ? അപ്പോൾ പരമാത്മാവാണെങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് മകനാക്കാം. സർവർക്കും സുതനാണ്. ഉദ്ധവർ പറയുന്നു, മംഗലൻ സർവമാതാവായതും പിതാവതും. എന്നാലോ ഈ ഭഗവാൻ സർവർക്കും സുതനും മംഗളനാണ്, എല്ലാവർക്കും മംഗളം കൊടുക്കുന്ന സർവമാതാവായതും. നമുക്ക് മാതാവാകണോ പരമാത്മാവ്? കൃഷ്ണ അമ്മേ എന്ന് നമുക്ക് വിളിക്കാം, കൃഷ്ണ പിതാവേ എന്ന് വിളിക്കാം, കൃഷ്ണ മകനെ കുഞ്ഞെ എന്ന് നമുക്ക് വിളിക്കാം. സർവജീവനും സർവലോകങ്ങൾ അചര സർവവും സമസ്തം ഈ കാണുന്ന ദൃഷ്ടങ്ങൾ, ഈ കാണുന്നത് എന്താണ്? നമ്മൾ ദൃഷ്ടം കണ്ണുകൊണ്ട് കാണുന്നത് എന്തായാലും സർവജീവനും സർവചരാചരവും, ഇതെല്ലാം സർവവും അല്ലാത്തതും ഇവിടെ ഉള്ളതും ഇല്ലാത്തതും സർവമായതും ഇഹ, ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിർവാണാത്മാവായി മേവും കൃഷ്ണൻ എന്നറിയുന്നു. ഇവിടെ കാണുന്നത് എന്തായാലും, കണ്ണുകൊണ്ട് കാണുന്നത് എന്താണോ, സർവ്വതും അല്ലാത്തതും ഉള്ളതും എല്ലാം ഇവിടെ എന്താ? എല്ലാം കൃഷ്ണനാണെന്ന് നീ മനസ്സിലാക്കൂ. നിർവാണാത്മകനാകുന്ന കൃഷ്ണൻ, കൈവല്യമോക്ഷം കൊടുക്കുന്ന പരമാത്മാവായ പരബ്രഹ്മവസ്തു, ആ കൃഷ്ണൻ സർവ്വതും എല്ലാവർക്കും മകനും എല്ലാവർക്കും മാതാവും പിതാവും എന്താണ് നമ്മുടെ ഉള്ളത്തിൽ എന്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്? അത് തന്നെയാണ്. അത് എല്ലാവർക്കും മകനാണോ? മകൻ. എന്താണ് അവനവൻ്റെ ഉള്ളത്തിലുള്ളത്? അതാണ് കൃഷ്ണൻ. അതുകൊണ്ട് നീ മനസ്സിലാക്കണം നന്ദഗോപരെ, ഇത് നിങ്ങൾക്ക് സുതനല്ല മക്കളെ, നിങ്ങൾക്കും സർവ്വർക്കും, സർവാത്മാവായിരുന്ന ഭഗവാൻ സർവർക്കും മകനാണ്, മാതാവാണ്, പിതാവാണ് എന്നാണ് ഇവിടെ കൊടുക്കുന്ന ഉപദേശം. അതുകൊണ്ട് നീ അത് മനസ്സിലാക്കൂ. സർവവും പൂർണ്ണമായി നീയും നിൻ പത്നിതാനും നിർവികാരാത്മാ കൃഷ്ണൻ താനെന്നും അറിയണം. അതുകൊണ്ട് നീയും നിൻ്റെ പത്നി യശോദയും സർവം പൂർണ്ണമായി മനസ്സിലാക്കണം. ഇത് നിനക്ക് നന്നായി, നീ ഇതിൻ്റെ യഥാർത്ഥത്തെ നീ പൂർണ്ണമായും മനസ്സിലാക്കണം. നിനക്ക് സുതനല്ല കൃഷ്ണൻ. കൃഷ്ണൻ ഇവിടെ വന്നത് തൻ മായ കൊണ്ട്, പരമാത്മാവിൻ്റെ തന്നെ മായ കൊണ്ട് അവതാരം എടുത്തു ഇവിടെ വന്നു. അത് അവിടെ പിന്നെ എവിടെയെങ്കിലും ഒരു കുടുംബത്ത് വരണ്ടേ, അങ്ങനെ വന്നു. അതുകൊണ്ട് നിനക്ക് സുതനല്ല, നിങ്ങൾക്ക് സുതനല്ല, മകനല്ല. സർവാത്മാവാ സർവസുതനാണ്, സർവാത്മാക്കൾക്കും സർവത്തിനും ആത്മാവായിരിക്കുന്ന പരമാത്മാവ് സർവർക്കും മകനാണ്. അതുകൊണ്ട് സർവവും സമസ്തം ഈ കാണുന്ന ദൃഷ്ടങ്ങളും നമ്മൾ എന്തെല്ലാം കണ്ണുകൊണ്ട് ചെടി കണ്ടാലും അതും പരമാത്മാവായ കൃഷ്ണൻ. എന്താണ് കാണുന്നത്? അതെല്ലാം ഒരു പുസ്തകമാണോ, ഒരു ഗ്രന്ഥമാണോ, ഒരു കുഞ്ഞിനെയാണോ, ഒരു കോഴിയാണോ, പട്ടിയാണോ, പൂച്ചയാണോ, എന്തോ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നെല്ലാം ആ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ പരമാത്മാവ് തന്നെ, അതാണ് ആ കൃഷ്ണൻ എന്ന് പറഞ്ഞു കൊടുത്തു. കൃഷ്ണൻ എന്നറിയുക നീ.
സർവവും പൂർണ്ണമായി നീയും നിൻ പത്നിതാനും നിർവികാരാത്മാ കൃഷ്ണൻ താനെന്നും അറിയണം. അതുകൊണ്ട് ഈ സർവ്വം നീ ഇത് പൂർണ്ണമായി മനസ്സിലാക്കണം. അതുകൊണ്ട് നീയും നിന്റെ പത്നി യശോദയും നിർവികാരാത്മാവായിരിക്കുന്ന കൃഷ്ണനാണ് താനെന്നറിയണം. ഇതാണ് ഈ നിർവികാരാത്മാവ്. ഒരു വികാരമില്ലാത്ത പരമാത്മാവാണ് കൃഷ്ണൻ താൻ എന്ന് നീ മനസ്സിലാക്കണം. ഇത് പരമാത്മാവ് നിർവികാരനാണ്. യാതൊരു വിഷമവും ഇപ്പം ഇവിടെ പിതാവിനെയും മാതാവിനെയും പിരിഞ്ഞ് മധുരയിലോട്ട് പോയതുകൊണ്ട് ഭഗവാൻ ഒരു വികാരവും ഇല്ല. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈശ്വരൻ പരബ്രഹ്മമൂർത്തിയാണ്. ഒരു വികാരവുമില്ല, ആരോട് സംഘമില്ല. അതും നീ മനസ്സിലാക്കണം. അങ്ങനെയുള്ള കൃഷ്ണനാണെന്നും നീ മനസ്സിലാക്കണം. ഇത്തരം പരമാർത്ഥ വസ്തുവാം നാരായണം ചിത്തത്തിൽ നിരൂപിച്ച് ദുഃഖിപ്പാൻ എന്തു മൂലം, എന്താ കാരണം? ഇത്തരം ഇങ്ങനെ പരമാർത്ഥ വസ്തുവായിരിക്കുന്ന ഈ നാരായണനെ കൃഷ്ണനെ മനസ്സിൽ നിരൂപിച്ച് ദുഃഖിക്കുന്നത് എന്തിന്? ഉദ്ധവർ ചോദിച്ചു. നീ എന്തിനാ ദുഃഖിക്കുന്നത്? ഇങ്ങനെയുള്ള പരമാത്മാവാണ് ഈ കൃഷ്ണൻ. അതുകൊണ്ട് ചിത്തത്തിൽ നിന്റെ മനസ്സിൽ നീ നിരൂപിച്ച് ഓർത്തോർത്ത് നീ ദുഃഖിപ്പാൻ എന്ത് കാര്യം, എന്താ മൂലം? ഭക്തി കൊണ്ടേറ്റം കൃഷ്ണൻ തങ്കലേ നിൽക്കും നിങ്ങൾ ഉത്തമൻ മുക്തി നൽകുമില്ല സംശയമേതും. എന്നാൽ ഇവിടെ ഭക്തി കൊണ്ട് ഏറ്റം അതുണ്ട്. അങ്ങനൊരു കാര്യം ഇവിടെ കിടപ്പുണ്ട്. ആർക്കാണ് ഭക്തി കൂടുതലുള്ളത്? ഭക്തി കൊണ്ട് ഏറ്റവും നമ്മൾ അത് നന്ദഗോപർക്കും യശോദാമ്മയ്ക്കും ഉണ്ട്. ഭക്തി അങ്ങ് ഏറ്റവും ഉണ്ട് കൃഷ്ണനോട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൃഷ്ണൻ എന്ത് വരും? തങ്കലേ നിൽക്കും നിങ്ങൾ ഭഗവാന്റെ ഉള്ളത്തിലുണ്ട്. പരമാത്മാവായ പരബ്രഹ്മമൂർത്തി നാരായണൻ കൃഷ്ണൻ്റെ ഉള്ളത്തിൽ ഭക്തി ഉള്ളതുകൊണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഭക്തി ഉള്ളതുകൊണ്ട് തങ്കലേ പരമാത്മാവിൽ തങ്കലേ നിൽക്കും നിങ്ങൾക്ക് ഉത്തമൻ. ആ പരബ്രഹ്മമൂർത്തി ഉത്തമനാണ്. ഉത്തമൻ നിങ്ങൾക്ക് മുക്തി നൽകും, ഇല്ല സംശയം. ഇത് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഭക്തി ഉള്ളതുകൊണ്ട് പരമാത്മാവ് തങ്കലേ ആ ഈശ്വരനെങ്കിലേക്ക് നിങ്ങൾ ഉണ്ട്. പരമാത്മാവിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഭക്തനിലും ഭക്തൻ ഈശ്വരനിലും, പിതാവെന്നിലും ഞാൻ പിതാവിലും. ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നു, ഞാൻ ഒരു ഭക്തൻ എന്നിലും. കൃഷ്ണൻ പറയുക ഞാൻ ഭക്തനിലും. അതുകൊണ്ട് ഏറ്റവും ഏറിയ ഭക്തി നിങ്ങൾക്കുള്ളത് കൊണ്ട് ആ കൃഷ്ണനിൽ നിങ്ങളുണ്ട്. ഉത്തമനായിരിക്കുന്ന ഭഗവാൻ നിങ്ങൾക്ക് മുക്തി നൽകും. മുക്തിക്ക് നിർവാണാത്മകനാണ് ഭഗവാൻ. സർവ്വപേർക്കും കൈവല്യം കൊടുക്കുന്ന ഭഗവാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്തിക്ക് എത്രമാത്രം ഭക്തിയുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് യാതൊരു സംശയമില്ല, നിങ്ങൾക്ക് മുക്തി നൽകും. ഇങ്ങനെ മുകുന്ദൻ്റെ വൃത്താന്തം ഓരോ തരം നന്ദിച്ചുത്തവന് നന്ദൻ തന്നോട് ചൊല്ലിക്കൊണ്ട് മോദിച്ചു വാണിടുമ്പോൾ സൂര്യന് ഉദിച്ചു തുടങ്ങിയ നേരത്ത് ഗോപീജനം മോദമോടെഴുന്നേറ്റ് ദേഹശുദ്ധിയും ചെയ്തു സാദരം ദീപാദ്യ അഷ്ടമംഗലം അതും വച്ച് പുഷ്ടഘോഷത്തോടവർ യദ്യധിയും കലക്കിനാർ. അവിടെ രാവിലെ അവരുടെ ജോലി അതാണല്ലോ. യശോദാമ്മയൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം പറഞ്ഞു സൂര്യൻ ഉദിച്ചു. ഉദ്ധവർ ഈ കാര്യങ്ങളെല്ലാം നന്ദഗോപരെ അറിയിച്ചു. അപ്പോൾ ഉത്തമനായിരുന്ന ഭഗവാൻ നിങ്ങൾക്ക് മുക്തി നൽകും, ഒരു സംശയവും വേണ്ട. ഇങ്ങനെ മുകുന്ദൻ്റെ വൃത്താന്തം ഓരോന്നും കൃഷ്ണൻ്റെ ഈ ചരിത്രങ്ങളെല്ലാം ഉദ്ധവരിങ്ങനെ പറഞ്ഞു വൃത്താന്തം ഓരോ തരം പറഞ്ഞ് നേരം വെളുപ്പിച്ചു. അങ്ങനെ നന്നായി നന്ദിച്ചു ഉദ്ധവന് നന്ദൻ തന്നോട് ചൊല്ലിക്കൊണ്ട് ഇതെല്ലാം നന്നായി പറഞ്ഞു കൊടുത്തു ഉദ്ധവർ നന്ദഗോപരോട്. അങ്ങനെ ചൊല്ലിക്കൊണ്ട് മോദിച്ചു അപ്പോൾ സന്തോഷമായി നന്ദഗോപർക്ക്. ഇത്രയും കേട്ടപ്പോൾ സന്തോഷം. മോദിച്ച് വാണിടുമ്പോൾ അങ്ങനെ ഇത്രയും കൊടുത്തില്ലെങ്കിൽ എന്ത് വരും? അവിടെ ഉള്ളത്തിൽ പിടപ്പ് കൂടി വരും. അതുകൊണ്ട് ഇവർ സന്തോഷത്തോടെ വാണിടുമ്പോൾ എല്ലാം കേട്ട് കുഴപ്പമൊന്നുമില്ല, സങ്കടമൊക്കെ കുറേ തീർത്ത് അങ്ങനെ കഴിയുമ്പോൾ സൂര്യന് ഉദിപ്പതിന് ഒന്നിച്ച് തുടങ്ങിയ നേരത്ത് അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചപ്പോൾ എന്ത് വന്നു? ഗോപീജനം മോദമോട് എഴുന്നേറ്റ്. അവിടുത്തെ ഗോപീജനങ്ങളെല്ലാം എഴുന്നേറ്റു. ഓരോ വീട്ടിലും നേരം വിളക്കും. നമ്മളെല്ലാം അയൽക്കാരെ നോക്കുമ്പോൾ അറിയാം, അവരെഴുന്നേറ്റ് ഇപ്പുറത്താരെഴുന്നേറ്റ് ഇങ്ങനെ ഓരോരുത്തരും എഴുന്നേക്കും. ഗോപീജനം ഗോപീജനം മോദമോടെഴുന്നേറ്റ് ദേഹശുദ്ധിയും ചെയ്തു. രാവിലെ നമ്മൾ ദേഹശുദ്ധിക ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സാദരം ദീപാദ്യ അഷ്ടമംഗലമതം വെച്ചു. കണ്ടോ ഇവിടെ കിടക്കുന്ന കണ്ടോ? ഇത് വായിച്ചാലും ചെയ്യത്തില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ദേഹശുദ്ധിയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സ്ഥിരം നമുക്ക് വേണ്ടുന്ന പ്രാർത്ഥന. ഇപ്പം ദീപാദ്യ അഷ്ടമംഗലം വയ്ക്കാനത്തിൽ നമുക്ക് പറ്റിയ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന. ഞാനിവിടെ രാവിലെ മുമ്പൊക്കെ വിളക്കൊക്കെ ഇപ്പം ഞാൻ വിളക്കത്തിപ്പില്ല. എന്നാൽ വിളക്കിൻ്റെ മുന്നിൽ കൊച്ചു വിളക്കാനോ വലിയ വിളക്കൊന്നും എടുക്കുക തേക്കാനോ കൈക്കോ ആയതുകൊണ്ട് കുഞ്ഞു വിളക്കൊക്കെ രാവിലെ തേച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് കത്തിക്കത്തൊന്നുമില്ല.
കിണ്ടിയിൽ വെള്ളവും പുഷ്പവും ഭഗവാന്റെ പാദത്തിലും പുഷ്പം വെച്ച്, പിന്നെ അതുമല്ല അതിന് മുന്നേ സൂര്യ നമസ്കാരമൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഇതൊക്കെ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അങ്ങനെ അത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം അനുസരിച്ചുള്ള രീതിയിൽ അവരുടെ പ്രാർത്ഥന ഇതൊക്കെയാണ് നമ്മൾ പഠിക്കണത്. അപ്പം മോദമോട് എഴുന്നേറ്റ് ദേഹശുദ്ധിയും ചെയ്ത് സാധനം ദീപാദ്യ അഷ്ടമംഗലമതും വച്ച് പുഷ്ടഘോഷത്തോട് അവർ ഇത് ദധി തൈര് കലക്കി. പുഷ്ടഘോഷത്തോടെന്ന് വെച്ചാൽ നല്ല സന്തോഷത്തോടെ തന്നെ ആഘോഷമായി തന്നെ അവർ എന്നും രാവിലെ ചെയ്യുന്ന കൃത്യമാണ് ദധി, ഈ തൈര് കലക്കും. എന്നിട്ട് ദധിയും കലക്കിനാർ. അത്രയും നമുക്കിന്ന് പറയാം. അത് മതി, ഇത്രയും പറ്റുന്നുള്ളൂ മക്കളെ, സമയം പോയി. എന്നാൽ ഇത് എല്ലാ ഭക്തമക്കളും ഇത് ചുവരെ എടുത്തെടുത്ത് വായിച്ച് പഠിക്കണം. അല്ലെങ്കിൽ ഒന്ന് വായിച്ചിട്ട് മറന്നു പോകും. അതുകൊണ്ട് ഒന്ന് രണ്ട് വട്ടം അത് ആവർത്തിച്ച് വായിച്ചാലുണ്ടല്ലേ നിങ്ങൾക്കിത് വായിച്ച് തീരുമ്പം നിങ്ങൾ അതിന് മുന്നേ ഇത് നീക്കി ഇങ്ങനെ നീണ്ടൊരു ചിഹ്നം പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നീക്കി മാറ്റി ഇനി അറ്റം കൊണ്ടുവരും, ഇടത്തെ അറ്റത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വീണ്ടും ഒന്നേന്ന് വരും. അത് തീർത്തങ്ങ് പോകുന്നതിന് മുമ്പേ ചെയ്യണം. അങ്ങനെ ചെയ്യണം. അന്നേരം നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാം. പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകത്തിൽ നോക്കി വായിച്ചാൽ മതി. അല്ലാത്ത നമ്മൾ ഒന്ന് രണ്ടും പക്ഷെ നെറ്റൊന്നും കാണില്ല, അതല്ലേ കഷ്ടം. നമ്മുടെ പ്രായമുള്ളവർക്കൊന്നും ഈ മൊബൈലും കാണത്തില്ല, വലിയ ബുദ്ധിമുട്ടുള്ളവരും കാണും. എന്നാൽ പോട്ടെ, ഉള്ളണക്കൊക്കെ ആവട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞെന്നാൽ അതും വിഷമമല്ലേ. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. എല്ലാവരും എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനും അറിയത്തുള്ളൂ. കാരണം എനിക്കിതൊക്കെ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് പക്ഷേ അല്ലാത്ത ചില ഭാഗങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ നമുക്ക് എപ്പോഴും നമ്മൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ അനുഭവത്തിൽ കൂടി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത് ഇത്രയെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് LKG UKG ഒക്കെ ഉള്ളു. ഇത് നന്നായി പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും എനിക്ക് അങ്ങനെയുള്ള പാഠത്തിനൊന്നും അതിൻ്റേതായ കാര്യങ്ങൾക്ക് ശിക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.